അതുകൊണ്ടാണ് സ്വാമി എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് ധാർമ്മികമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ധാർമ്മികമായ കർമ്മങ്ങൾ ചെയ്യുവാൻ എപ്പോഴൊക്കെയാണോ ഭഗവാൻ അവസരങ്ങൾ നൽകുന്നത് അപ്പോഴൊക്കെ നമ്മൾ ആ മാർഗത്തിലൂടെ നിറഞ്ഞു നിൽക്കണം. പിന്നെ അംഗീകാരങ്ങളൊന്നും ആവശ്യമില്ല, ഒരു അംഗീകാരവും വേണ്ട. ഇതൊക്കെ നമുക്ക് പ്രാരാബ്ധങ്ങളായി തീരും. ഈ അംഗീകാരങ്ങളൊക്കെ ഇതൊക്കെ നമ്മളെ പിടിച്ച് ബന്ധിപ്പിക്കുന്നത് പോലെ ഉണ്ടാവും, നമ്മളെ പിടിച്ച് കെട്ടിയിടുന്ന പോലെയാണ് ഈ അംഗീകാരങ്ങളൊക്കെ. സ്ഥാനമാന പ്രസ്ഥാനാദികളോടൊക്കെ നമ്മൾ ലയം ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളൊക്കെ എപ്പോഴും നമ്മളെ വല്ലാതെ ബന്ധിക്കും. അതൊക്കെ നമ്മളെ വല്ലാണ്ട് പിടിച്ച് അലട്ടും. ചില സമയങ്ങളിൽ കിട്ടുന്ന നേരത്ത് ആനന്ദം, കിട്ടാത്ത നേരത്ത് സങ്കടം, അങ്ങനെയൊക്കെ സംഭവിക്കും. ഇന്ന് നമ്മളെ ആദരിക്കുന്ന ആൾ നാളെ നമ്മൾ ആദരിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ദുഃഖത്തിന് കാരണമാവും. അപ്പോൾ എന്നും ഒരാൾ മാത്രം നമ്മളെ ആദരിച്ചാൽ മതി, അംഗീകരിച്ചാൽ മതി, അനുഗ്രഹിച്ചാൽ മതി. അതൊക്കെ ആരായിരിക്കണം? ഈശ്വരനാവണമെന്ന് മാത്രം. അത് നമുക്ക് കിട്ടുന്നുണ്ട്, അത് മതി. നമ്മൾ നിസ്വാർത്ഥമായി, നിഷ്കളങ്കമായി, നിഷ്കാമത്തോടു കൂടി കർമ്മം ചെയ്യുക. എങ്ങനെയാവണം കർമ്മം? നിസ്വാർത്ഥമായിട്ട്, നിഷ്കാമത്തോടു കൂടിയിട്ട്, നിസ്വാർത്ഥമായിട്ട്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിസ്വാർത്ഥമായിട്ട്, ഒരു സ്വാർത്ഥതയില്ല, നിസ്വാർത്ഥം. നിഷ്കളങ്കമായിട്ട്, ഒരു കളങ്കവുമില്ല. ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ എനിക്കൊരു കളങ്കവുമില്ല. നിഷ്കളങ്കമായിട്ട്, നിസ്വാർത്ഥമായിട്ട്, നിഷ്കാമത്തോടു കൂടിയിട്ട്, ഒരു കാമവും വേണ്ട, ഒരു കാമവുമില്ലാതെ, ഒരു കളങ്കവുമില്ലാതെ, നിസ്വാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന സേവയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കൂ? സാക്ഷാത്കാരം ലഭിക്കുള്ളൂ. മറ്റുള്ളതൊക്കെ നമ്മളെ ബന്ധിക്കും. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആ ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തിനോട് പോലും നമുക്ക് അകമഴിഞ്ഞ ആത്മബന്ധം വരരുത്. അവിടെയുള്ള ചൈതന്യത്തിനോട് മാത്രമേ വരാൻ പാടൂ. അവിടെ കാണുന്ന അലങ്കാരത്തിലൊന്നും നമ്മൾ മയങ്ങാൻ പാടില്ല. ഒരുപക്ഷെ നമ്മൾ നാളെ തൊഴുകാൻ പോകുന്ന സമയത്ത് അവിടെ അങ്ങനെ അലങ്കാരം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ മനസ്സ് ദുഃഖിക്കും. അയ്യോ, ഇന്നലെ ഞാൻ വന്നപ്പോൾ ഭഗവാനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ വന്നപ്പോൾ അലങ്കാരത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ, ഇന്നത്തെ ഭഗവാൻ ആണ്ടിയായിട്ട് നിൽക്കണു. അപ്പോൾ നമ്മുടെ മനസ്സവിടെ വ്യതിചലിക്കും. അപ്പോൾ അങ്ങനെയുള്ള അലങ്കാരങ്ങളിൽ പോലും നമ്മുടെ മനസ്സ് ലയിക്കാതെ അവിടെ തെളിയുന്ന വിളക്കുണ്ടല്ലോ, അതിലേക്ക് നോക്കാൻ പാടും. അതാണ് അവിടുത്തെ ചൈതന്യം. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഉപാധികൾ മാത്രമാണ്. ചൈതന്യം എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കാണുന്ന പ്രകാശമാണ്. ആ പ്രകാശത്തിനെയാണ് നമ്മൾ സ്വാംശീകരിക്കേണ്ടത്. അതിനെയാണ് നമ്മളിലേക്ക് സ്വാംശീകരിച്ച് നമ്മളിലേക്ക് വ്യാപിപ്പിക്കേണ്ടത്. അതിനാണ് നമ്മൾ സാധന എന്ന് പറയുന്നത്. സാധന, ആ സാധനയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ആ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അതിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കും, നമ്മളെ അനുഗ്രഹിക്കും. അതാണ് അതിൻ്റെ സത്യം.